ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാട്ടിലാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാട്ടിലത്തെ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റു. ഇവിടെ എല്ലാവരും രാവിലെ എഴുന്നേൽക്കും കേട്ടോ. അച്ഛനും അമ്മയൊക്കെ 5 മണിക്കൊക്കെ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ 6 മണിയൊക്കെ ആയപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നതിന് ശേഷം. ചെന്നൈയിൽ അവിടുത്തെ അത്രയും ചൂടൊന്നുമില്ല. നമുക്ക് കുറച്ച് നല്ലൊരു ആശ്വാസമായിട്ടുണ്ട് ഇവിടെ വന്നതുകൊണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അമ്മ വെജിറ്റബിൾ കറിയൊക്കെ വയ്ക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴേക്കും ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് അടുക്കള പണി വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ കുക്കിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നതൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനോ തേങ്ങ ചിരകാനോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുള്ളൂ. അപ്പോൾ അമ്മയാണ് ഇവിടെ മെയിനായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ നാത്തൂനും കൂടി ഉള്ളതുകൊണ്ട് അവളാണ് കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ കിച്ചണിൽ കയറുമ്പോഴത്തേക്കും എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം. ആരും അങ്ങനെ കൂടെ നിൽക്കുന്നത് എനിക്ക് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയെ ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് തുണിയൊക്കെ ഒന്ന് വിരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് തലയൊന്നും തോർത്താതെയാണ് നിന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അശ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ തുണി വിരിക്കാനായിട്ട് ടെറസിൻ്റെ മേലെയും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ചെന്നൈയിലത്തെ പോലെ അല്ലല്ലോ ഇവിടെയാണെങ്കിൽ ഭയങ്കര രസമാണ് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ഇഷ്ടംപോലെ മരങ്ങളാണ്. കൂടുതലും റബ്ബർ മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനും ടാപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ രാവിലത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. ഇതിന് മുന്നേ കല്യാണത്തിന് മുന്നേയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള സമയമൊന്നും കാണില്ലല്ലോ. നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ആസ്വദിക്കാനോ ഒന്നിനും സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയനും വൈഫും കൂടി ഒരാവശ്യമായിട്ട് അവർ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ മോനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളാണ് മോനെ നോക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവരെ കാണാനായിട്ട് ഞങ്ങൾ അവരുള്ള സ്ഥലത്ത് പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വരുന്നത്. അപ്പോൾ മോനെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ ആമി ഉള്ളത് കൊണ്ട് അവൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. പക്ഷേ പിന്നീട് അവൻ അങ്ങോട്ട് ഓക്കെ ആയി. അവനാണെങ്കിൽ ഇപ്പം എല്ലാവരുടെ അടുത്തും ഒരുപോലെയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അമ്മയെ അച്ഛനെ അങ്ങനെ കണ്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ പിണക്കമുള്ളൊരു കുഞ്ഞൊന്നും അല്ല. അതുകൊണ്ട് അവനതൊക്കെ ശീലമാണ്. പക്ഷേ ആമിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഞങ്ങളെ രണ്ടുപേരെയും കാണാതിരിക്കത്തില്ല. ഹസ്ബൻഡിനെയും എന്നെയും തീരെ അവൾ കാണാതിരിക്കത്തില്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ല. പക്ഷേ ആമി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ നിന്നോളൂ. ഇപ്പം പിന്നെ അനിയൻ്റെ വൈഫും മോനും ഒക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്ക് ഞാൻ ആദ്യം കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ കുഞ്ഞുള്ളതുകൊണ്ട് ചിലപ്പോൾ കമൻറ്റ് ഓഫാവും, അറിയത്തില്ല എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ ഇടിയപ്പവും വെജിറ്റബിൾ കറിയൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അവന് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീരെ കുഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ളത്. എന്നാലും ഒട്ടും കഴിക്കത്തില്ല കേട്ടോ. ഒരു ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മയും നാത്തൂനും ഒക്കെ അവൻ്റെ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ആമി ചേച്ചിയെ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആമിയും അങ്ങനെ തന്നെയാണ്. അനിയനെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരവിടെ കളിക്കുന്നത് കണ്ടിട്ട് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് കിച്ചണിലേക്ക് വന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ രാവിലെ ചിക്കൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ നിൽക്കുകയെ. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല. സമയത്ത് കഴിക്കുകയില്ല അമ്മ. ഇപ്പം തന്നെ ഏകദേശം ഒരു 10 മണിക്ക് മേലെ ആയിട്ടുണ്ട്. അനിയനും വൈഫും ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ പോയത്. ഹസ്ബൻഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനിയാണ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് ലേറ്റായി പോയി ഭക്ഷണം കഴിക്കാനായിട്ട്.
ചെന്നൈയിലാണെങ്കിലൊക്കെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൃത്യമായി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ദിവസം കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആയപ്പോഴേക്കും ശരിയായി. പിന്നെ അമ്മയ്ക്ക് ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരകി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരുപാട് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ റെസിപ്പി ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. അത് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ തോരനാണ്. നല്ല ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഞാൻ ചെയ്യുന്ന പോലെയല്ല, വളരെ വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നു അമ്മ ചേർക്കുന്ന മസാലയുടെയൊക്കെ ആ ഒരു ഇത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ആഹാരം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനും ഒക്കെ അമ്മയുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടുകൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലേക്ക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതുമൊക്കെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടത് വഴറ്റിയതിന് ശേഷം ആദ്യമേ തന്നെ ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ മസാലയാണ് ചേർത്തതെന്നുള്ളതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ പുറത്ത് നിന്ന സമയത്താണ് അമ്മ ഇതൊക്കെ ചെയ്തത് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോഴേക്കും ഈ അമ്മയുടെ ചിക്കൻ തോരൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മസാലാസ് ചേർത്തത് എടുക്കാനായിട്ട് പറ്റിയില്ല. അതിലാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കിയപ്പോഴേക്കും സോപാനത്തിലിരുന്നിട്ട് ഹസ്ബൻഡും കുഞ്ഞും ആമിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട്. നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്നെ വല്ലപ്പോഴാണ്, അതായത് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് വീഡിയോ കോളിൽ കാണാറുണ്ട്. എന്നാലും നേരിട്ട് കാണുമ്പോഴേക്കും അവന് നമ്മളോട് അത്രയും സ്നേഹം കാണുമെന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയമായിരുന്നു. പക്ഷേ അവൻ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അമ്മയും അച്ഛനും അടുത്തില്ലാതിരുന്നിട്ടും അവനിങ്ങനെ വേറെ പിണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ അവൻ്റെ പുറകെ നടന്നു. അമ്മ ഈ വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തുണികളും ട്രെയിനിൽ യാത്ര ചെയ്ത തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ഞാനാണെങ്കിൽ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ അടിച്ച് നനയ്ക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ മേടിച്ചതൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അമ്മയൊക്കെ ആണെങ്കിലും ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് കഴുകുന്നതെന്ന് ഇഷ്ടമല്ല. ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ പോലും ഞങ്ങളും ഈ റീസെൻ്റായിട്ടാണ് വാഷിംഗ് മെഷീൻ മേടിച്ചതൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുന്നതാണ് ഇഷ്ടം. നമ്മൾ എത്ര വാഷിംഗ് മെഷീനിൽ കഴുകിയാലും നമ്മൾ കൈകൊണ്ട് കഴുകുന്നതിൻ്റെ അത്ര വൃത്തിയൊന്നും ആവത്തില്ല അല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ തുണികളെല്ലാം കൊണ്ടുവന്ന് കല്ലിൽ ഉരച്ച് കഴുകുന്നുണ്ട്. ഇതെൻ്റെ അമ്മ ചെയ്ത് വെച്ചേക്കുന്ന സൂത്രമാണ്. പഴയ ഒരു ഉരലിനെ എടുത്ത് അമ്മ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഇതുപോലൊരു കല്ലുണ്ടാക്കി തരാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അതൊന്ന് കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കഴുകാനും ഒക്കെ. നല്ല നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അടിച്ച് നനച്ച് കഴുകാനൊക്കെ. അങ്ങനെ കൊണ്ടുവന്ന് തുണിയൊക്കെ കൊണ്ടുവന്ന് വിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ചുറ്റുമുള്ള ഇതൊക്കെ കാണാനായിട്ട്. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോപാനത്തിൽ വന്നിരുന്നിട്ടാണ് ഞങ്ങൾ എന്നും ചായ കുടിക്കുന്നതും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ രാവിലെ എഴുന്നേറ്റ് ഇവിടെയൊക്കെ ഒന്ന് നടക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരിക്കുന്ന വെള്ളമാണ്. കുറച്ച് മലയോര പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നതും, അതൊക്കെ കൊണ്ടാവണം അതൊക്കെ ഒരുപാട് നമുക്ക് മിസ് ചെയ്യും കേട്ടോ. എന്നെക്കാൾ കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. അവർക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണല്ലോ. കാരണം അവർ ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലായ കാരണം കൊണ്ട് ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ നാടും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ വെക്കേഷന് നാട്ടിൽ വരുമ്പോഴായിരിക്കും ഇതൊക്കെ ഇങ്ങനെ അറിയുന്നതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമ്മ ഇല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഇതൊക്കെ കൂടുതലും ആസ്വദിക്കാനുള്ള സമയം ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ തോരൻ ഇതിനിടയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെട്ട് മലക്കറി എന്ന് പറയും. ഇവിടെ ട്രിവാൻഡ്രത്തിൽ കൂടുതലും ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. എല്ലാ വെജിറ്റബിൾസും കൂടി ഒരുമിച്ചാണ് മേടിക്കുന്നത്. 100 രൂപയ്ക്ക് തന്നിട്ടുള്ള പച്ചക്കറിയാണ് അത്. തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പെട്ടെന്ന് തന്നെ അനിയൻ്റെയും വൈഫിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ സിറ്റിയിലാണുള്ളത്, ട്രിവാൻഡ്രം സിറ്റിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ മോനെയും കൊണ്ട് ആമിയും ഞാനും അച്ഛനും അമ്മയും കൂടി നേരെ ഞങ്ങൾ എമ്മോട്ടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ ട്രാവൻകൂർ മാളില്ലേ അവിടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എമ്മോട്ടിയിൽ വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും ലുലു മാളിലാണ് കേട്ടോ വന്നത്.
അമ്മയും അച്ഛനും ഒന്നും അങ്ങനെ ഇവിടെ ഒന്നും വരാറില്ല. കാരണം ഞങ്ങളൊക്കെ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴാണ് അവർ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലാതെ അവരൊന്നും പുറത്തൊന്നും പോവാറൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ആട്ടോയിൽ തന്നെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആട്ടോ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ വന്നു. അപ്പോൾ ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടരും സിനിമയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതാകുമ്പോഴേക്കും ഫാമിലി മൂവിയാണല്ലോ. പിന്നെ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കൊണ്ടുവരുന്നതും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് എൻ്റെ നാത്തൂനും ഒക്കെ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയേറ്ററിലുള്ള അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ആമി ഉള്ളതുകൊണ്ട് ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് വന്നേക്കുന്നത്. അങ്ങനെ തുടരും സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഹസ്ബൻഡ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം മുന്നെയാണ് എത്തിയത്. 7:30ക്കുള്ള ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങളിവിടെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ മാളിലൊക്കെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കയറാമല്ലോ. നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും ഈ എമ്മോട്ടിയിൽ കയറിയപ്പോഴേക്കും തോന്നിയൊരു ഫീലെന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ചെന്നൈയിലുള്ള VR മാൾ പോലെയാണ് തോന്നിയത്. ഞാനത് ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഉണ്ട്. ചെറിയ മാളാണ്, പക്ഷേ നല്ല നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റും. പിന്നെ കുറച്ച് സൈലൻ്റ് ആണ്. ലുലു മാൾ അങ്ങനെയല്ലല്ലോ, കുറച്ച് വലുതല്ലേ. പിന്നെ ഈ ഒരു മാളിൽ വന്നപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോയിൻസിഡൻസും കൂടിയുണ്ട്. കാരണം ആമി ജനിച്ച സമയത്തായിരുന്നു ഈ മാള് അന്ന് പണിതത്. അപ്പോൾ ആമിക്കിപ്പോൾ 7 വയസ്സായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മാളിനും 7 വയസ്സാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 7 ഇയേഴ്സ് ആയി എന്നൊക്കെ. അപ്പോൾ ഹസ്ബൻഡ്, ഞാനന്ന് ആമിയെ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് ഹസ്ബൻഡ് എൻ്റെ അനിയനും കൂടിയാണ് ആദ്യമായിട്ട് ഇവിടെ, അവർ അങ്ങനെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വന്നില്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്നതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആമിയുടെ അതേ പ്രായമുണ്ട് ഈ മാളിനും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. ഇനി നമ്മൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ വ്ളോഗുകളും എനിക്ക് ഓരോ ഓർമ്മകളാണ് കേട്ടോ. ഇതുപോലെ ഓരോ നമ്മൾ ഡെയിലി വ്ളോഗാണെങ്കിലും ഇതുപോലെ പുറത്ത് പോകുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ഓർമ്മിച്ചിരിക്കാനുള്ളൊരു വലിയൊരു ഇതാണ്. നമ്മൾ ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഓരോ വ്ളോഗിലും നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ നമ്മുടെ സന്തോഷങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇത് കാണുമ്പോഴേക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും എനിക്ക് അതുകൊണ്ടൊക്കെയാണ് ഞാനിതെല്ലാം വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മേലെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ അനിയനും വൈഫും കൂടി ഇതുപോലെ നമുക്ക് ചായയും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ നിന്ന് മറ്റേ നെയ്യപ്പവും ബോണ്ടയും ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് ചെന്നൈയിൽ കിട്ടത്തില്ല. കിട്ടും, പക്ഷേ ഇവിടുത്തെ നാട്ടിലത്തെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് മിക്സ് ചെയ്യുന്ന പലഹാരങ്ങളാണ്. ചെന്നൈയിലാണെങ്കിലും ചെറിയ ചെറിയ മലയാളി തട്ടുകടകളിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ചെന്നൈയിൽ കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അനിയൻ പോയിട്ട് ഇതുപോലെ റോള് മേടിച്ചുകൊണ്ട് വന്നു. സബ്വേയിൽ നിന്നാണ് മേടിച്ചത്. ചിക്കൻ റോളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളാരും കഴിച്ചില്ല. ആമിയും ഹസ്ബൻഡും അനിയനും വൈഫുമാണ് കഴിച്ചത്. എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നാടൻ പലഹാരങ്ങളോടാണ് ഇഷ്ടം. ഞാനാണെങ്കിൽ ഒരുപാട് അങ്ങനെ ഇങ്ങനെ ഇതൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇതുപോലെ പിസ്സ, ബർഗർ അതൊന്നും നമ്മളങ്ങനെ, എനിക്കധികം അങ്ങനെ എത്രത്തോളം ഇഷ്ടമൊന്നുമില്ല. ഞാൻ എവിടെയൊക്കെ നാടൻ പലഹാരങ്ങളും ഭക്ഷണങ്ങളും കിട്ടും അവിടെയൊക്കെ ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മൾ റെസ്റ്റ് റൂമിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ വന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അനിയനാണെങ്കിലും നാട്ടിലൊന്നും ഇല്ല. അവനും ഒറീസയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വരുമ്പോഴായിരിക്കും അവൻ വരുന്നത്. ചിലപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും അവന് ലീവ് കിട്ടാറില്ല. ഇത്തവണ അവനിങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ പുതിയ പുതിയ വ്ളോഗുകളിലൊക്കെ ഇതുപോലെ നമ്മുടെ പുതിയ യാത്രകളും നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ ഇനി വരുന്നത്. പിന്നെ അങ്ങനെ സിനിമയ്ക്ക് കയറി സിനിമയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മോനാണെങ്കിൽ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവനിങ്ങനെ പോപ്കോണൊക്കെ മേടിച്ചു കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫോണിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തപ്പോഴേക്കും അവനങ്ങ് സെറ്റായി. പിന്നെ അവനങ്ങോട്ട് ഉറങ്ങി. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ആമി ഉള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അവർ തമ്മിലുള്ള ആ ഒരു ഇത് എങ്ങനെയാണെന്ന്.
പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവിടെയാണെങ്കിൽ 7 എന്ന് എഴുതി വെച്ചേക്കുന്നത് തന്നെ 7th ആനിവേഴ്സറി ആണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഒരു മെയ് മാസമാണ് ഇതും സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷത്തെ 2018 മെയ്യിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഏകദേശം ഒരു 11-12 മണിയോളം ആവും. കുറച്ചധികം ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ അടുത്ത് റോഡ് സൈഡിൽ കണ്ടിട്ടുള്ള ഒരു തട്ടുകടയിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ നിന്ന് ചിക്കൻ പെരട്ടും ദോശയുമാണ് മേടിച്ചത്. അനിയനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ പൊറോട്ടയാണ് കേട്ടോ മേടിച്ചത്. അവരൊക്കെ ഭയങ്കര പൊറോട്ട ലവേഴ്സാണ്. എനിക്കും അനിയൻ്റെ വൈഫിനും ഒക്കെ ദോശയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.